ഞങ്ങൾ കേന്ദ്രമന്ത്രിൻ്റെ ഭിക്ഷക്കാരല്ല, അത് അദ്ദേഹം മനസ്സിലാക്കണം. കേരളത്തിന് കേരളത്തിൻ്റെതായ അവകാശമുണ്ട്. നമ്മുടെ രാജ്യം ഒരു ഫെഡറൽ തത്വം അംഗീകരിക്കുന്ന ഭരണഘടനയ്ക്ക് വിധേയമായി പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ്. കേന്ദ്രത്തിലിരിക്കുന്നവർ ജന്മിമാരും ബാക്കിയുള്ളവർ കുടിയന്മാരുമല്ല. അങ്ങനെ ഒരു മനോഭാവം, ഈ ജന്മി കുടിയാൻ ബന്ധത്തിൻ്റെ മനോഭാവമാണ് ഈ കേന്ദ്രമന്ത്രിക്കുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമല്ലേ. RSSൻ്റെ തന്നെ രീതി അതാണ്, ആ രീതിയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് 100 രൂപ നികുതി പിരിക്കുന്ന സമയത്ത് നമ്മുടെ സംസ്ഥാനത്തിൽ ലഭിക്കുന്നത് 18 രൂപയാണ് തിരിച്ച് ലഭിക്കുന്നത്. എന്നാൽ ബീഹാറിനും ഉത്തർപ്രദേശിനും കൊടുക്കുന്ന എത്രയാണ്? 72 രൂപ വരെയാണ് കൊടുക്കുന്നത്, തിരിച്ചു കൊടുക്കുന്നത്. പിരിക്കുന്നതിൻ്റെ 72% വരെ BJP ഭരിക്കുന്ന പല സംസ്ഥാനങ്ങൾക്ക് നൽകുമ്പോൾ കേരളത്തിന് നൽകുന്നത് 18 രൂപയാണ്. അതുകൊണ്ട് ആരുടെയും മോശാരമല്ല. നികുതി വിഹിതം കേരളത്തിൽ ലഭ്യമാക്കുക എന്നുള്ളത് ആരുടെയും ഓശാരമല്ല, അത് കേരളത്തിലെ ജനങ്ങളുടെ അവകാശമാണ്. അങ്ങനെ ഓശാരമാണെന്ന് തെറ്റിദ്ധരിക്കണ്ട. പിന്നെ ഈ BJPക്കാർ പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ഇപ്പോൾ തിരുവനന്തപുരത്ത് അല്ലേ വലിയ പ്രഖ്യാപനം നടത്താൻ പോകുന്ന അല്ലേ കേട്ടത്? നാളെ പ്രഖ്യാപനം നടത്താൻ പോവാണ്. വയനാട്ടിൽ വന്നിട്ട് എന്താ ചെയ്തേ? വയനാട്ടിൽ രാജ്യത്തെ നടുക്കിയ ദുരന്തം ഉണ്ടായല്ലോ, ഒരു പ്രദേശമാകെ ഒഴുകിപ്പോയല്ലോ. ആ സമയത്ത് പ്രധാനമന്ത്രി അവിടെ വന്നില്ലേ? വന്നിട്ട് എന്തൊരു നാടകമായിരുന്നു. എന്താ കേരളത്തോട് പറഞ്ഞത്? പണം ഒരു പ്രശ്നമല്ല, എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യും. ഇത് കേട്ടപ്പോൾ നിങ്ങൾ ഉൾപ്പെടെ എല്ലാവരും എന്താ ധരിച്ചത്? ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കേരളത്തിന് അർഹതയുള്ളതിനേക്കാളേറെ സഹായം കിട്ടുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ സംഭവിച്ചെന്താ? ഒരു നയാ പൈസ അതിനേക്ക് കേന്ദ്ര ഗവൺമെൻറ് നൽകിയോ? ഒരു നയാ പൈസ? പ്രധാനമന്ത്രി വന്ന് നാടകം കളിച്ചിട്ട് കാര്യമില്ല. കേരളത്തോട് തുടർച്ചയായി അവഗണന കാണിക്കുകയാണ്. ആ അവഗണന കാണിച്ച് കേരളത്തെ ശ്വാസം മുട്ടിച്ച് കേരളത്തെ ആകെ അടിമകളാക്കി മാറ്റാം എന്നാണ് നിങ്ങൾ ധരിക്കുന്നതെങ്കിൽ, ആ അടിമത്തത്തിനെതിരായിട്ട് അതിശക്തമായ പോരാട്ടം നടത്തിയിട്ടുള്ള അനുഭവമുള്ള മണ്ണാണ് കേരളത്തിൻ്റെ മണ്ണ്. ജന്മിത്വത്തിനും സാമ്രാജ്യത്വത്തിനും എതിരായിട്ട് പോരാട്ടം നടത്തിയ ജനതയുള്ള നാടാണ് കേരളം. അല്ലാതെ ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കിയിട്ട് അവരുടെ പിണയാളുകളാക്കി മാറ്റിയിട്ടുള്ള, അവരുടെ പിണയാളുകളായി പ്രവർത്തിച്ചിട്ടുള്ള പാരമ്പര്യമല്ല ഈ കേരളത്തിലെ ജനങ്ങൾക്കും പ്രത്യേകിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും ഉള്ളത് എന്ന് മനസ്സിലാക്കണം. അതിനോട് പടപൊരുതിയ പാരമ്പര്യമാണ് ഉള്ളത്. അതുകൊണ്ട് അമ്മാതിരി കൊണ്ടൊന്നും ദയവ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് വരരുത്. ഇത്രയേ ഉള്ളൂ.